ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എന്ത് പറ്റി? ഒന്നുമില്ലേ? ചേട്ടാ എങ്ങനെയുണ്ടോ? കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ വിചാരിക്കും മലങ്ങൾ കാണുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഡയറക്ടർ ഇതിനു മുമ്പ് കുറേ റീമേക്ക് മൂവീസാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇത് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചൊരു ബറോസോ അല്ലെങ്കിൽ കണ്ണപ്പ പോലൊരു മലങ്കൾട്ടാണെന്ന് ട്രെയിലർ കണ്ടാൽ തോന്നും. അങ്ങനെയല്ല, അത്യാവശ്യം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാം സിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ഡബ്ഡ് മൂവിയല്ല, പലരും വിചാരിക്കുന്ന ഡബ്ഡാണെന്ന്, ബൈലിംഗിലാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കറക്റ്റായിട്ട് തന്നെ ലിപ്സിങ്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ട്? മോഹൻലാൽ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഒരു നാടകീയത രീതിയിലുള്ള പടമാണ്. അപ്പോൾ അത് നമുക്ക് മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിന് കൊടുത്ത ഡയലോഗൊന്നും അത്ര നമുക്കൊന്നും നമ്മളെ സാധാരണ രീതിയിലെ നാടകം പോലെ അങ്ങനത്തെ അതെ ആ രീതിയിലായിപ്പോയി. അങ്ങനത്തെ ചെറിയൊരു കഥയെ അവരെല്ലാവരും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അത് പക്ഷേ ഇത് മലയാളത്തിൽ ഇറക്കേണ്ട ആവശ്യമില്ല. ഇതൊരു തെലുങ്ക് പടമായിട്ട് വയ്ക്കുന്നതായിട്ട് നല്ലത്. പിന്നെ നമ്മൾ മോഹൻലാലിൻ്റെ ഒരു കട്ട ഫാനായതുകൊണ്ട് നമ്മളൊന്ന് കാണുന്നു. പക്ഷെ നമുക്കത് എനിക്കത്ര ദഹിച്ചില്ല. കാരണം ഒരു സ്ലോ വൈസ് ആയിപ്പോയി. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാൽ എപ്പോഴും നല്ലതാണല്ലോ. മോഹൻലാലിൻ്റെ ആക്ടിങ് എപ്പോഴും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരെന്തെങ്കിലും മോഹൻലാലിൻ്റെ രീതി നല്ല ചെയ്യും. പക്ഷേ മോഹൻലാൽ മലയാളം ഡബ്ബിങ്ങിലോട്ട് വന്നപ്പോൾ മലയാളത്തിന് അത് നമുക്ക് കൊടുത്ത ഡബ്ബിങ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ദഹിച്ചില്ല. എങ്ങനെയുണ്ട്? പുള്ളിക്ക് വേണ്ടി സിനിമ കാണാൻ വന്നേ? തീർച്ചയായും. എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം. ആക്ഷൻ സൂപ്പറാണ്. അതെ. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഓവറോൾ ആക്ച്വലി ചില സ്ഥലങ്ങളിൽ ലാഗിങ് ഫീൽ ചെയ്തു. അതർവൈസ് സൂപ്പർ. ഒരുപാട് നല്ല സൂപ്പർ പടമായിരുന്നു. എന്താണ് എടുത്ത് പറയാൻ? ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. നല്ല ക്ലൈമാക്സ് ആയിരുന്നു. 200 കോടി ഷുവറാണ്. കഥ സൂപ്പർ കഥയായിരുന്നു. പക്ഷേ എടുത്ത് കുളമാക്കി വെച്ച പോരാ. സെക്കൻഡ് ഹാഫ് പിന്നെ ഒന്ന് കണ്ടു, ഫസ്റ്റ് ഹാഫ് കൊള്ളൂല. എങ്ങനെയുണ്ട്? മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ ഓക്കെ ആയിരുന്നു, കൊള്ളായിരുന്നു. മോഹൻലാലിൻ്റെ ഡബ്ബിങ് നൈസായിരുന്നു. സ്റ്റോറി വൈസ് നല്ലൊരു കഥയായിരുന്നു. പക്ഷേ എടുത്തത് മോശമായി പോയി, കണ്ടിന്യൂറ്റി ഒട്ടുമില്ല. കൺസെപ്റ്റും കൊള്ളാം, സിനിമ ലാലേട്ടൻ്റെ പെർഫോമൻസും കൊള്ളാം. പക്ഷേ ബാക്കിയുള്ള രീതിയിൽ എല്ലാ സിനിമ വളരെ മോശമാണ്. കാരണം ലാലേട്ടനെ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഒരു ഈ ഏജൻറ്റ് സിനിമയിൽ അഖിൽ അക്കിനേന് ഒരു ഇതുണ്ടല്ലോ, ഒരു ലോഞ്ച് ഉണ്ടായിരുന്നില്ല. അതേപോലെ ലാലേട്ടനെ കൊണ്ടുവന്ന് അവിടെ ഒരു ഇതിൽ ഫാക്ടറിയായിട്ട് നിർത്തിയിട്ട് ഇതിൻ്റെ ആക്ടറിൻ്റെ ഒരു ലോഞ്ച് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ പെർഫോമൻസ് മാത്രമാണ് ഇതിൽ പോസിറ്റീവായിട്ട് വരുന്നത്. കൺസെപ്റ്റ് പിന്നെ സിനിമ എടുത്തിരിക്കുന്നതും ഡയറക്ഷനും എല്ലാം വളരെ മോശം തന്നെ പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അതിനാടകീയത. ഞങ്ങൾ ആദ്യമൊക്കെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ലെവൽ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ നാടകീയത വരുമ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ അല്ലേ കുഴപ്പമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് ഒരു അവിടെ അതിനാടകീയത ആ ഒരു ലെവലിലുള്ള മേക്കിംഗ് വളരെ മോശം. മൊത്തത്തിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റും. ഒട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങിപ്പോണ ലെവലിലായിപ്പോൾ ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല ആ ഒരു രീതിയിൽ. ഫസ്റ്റ് ഹാഫിൽ ജീവൻ തിരിച്ചു കിട്ടിയ ജീവൻ തിരിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഇത്രയും കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇറങ്ങി വരാം. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ല. അത്ര പോരാ, കുഴപ്പമില്ല. എന്താണ് എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പടത്തിൽ എടുത്ത് പറയാൻ കുറച്ച് ക്രിഞ്ചുണ്ട്, പക്ഷേ കൊള്ളാം. ചുമ്മാ കണ്ടോണ്ടിരിക്കുക, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കൊള്ളാം. എങ്ങനെ മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ കുഴപ്പമില്ല, കൊള്ളാം. എന്താണ് എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. സാം സിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം പിന്നെയും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നി. ബാക്കി എല്ലാ രീതിയിലും വളരെ വീക്കാണ്. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ട്? ഒരു ഇല്ല, ലൈക്ക് പുള്ളിക്ക് എങ്ങനെ എടുത്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് എടുത്ത് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. സ്ക്രിപ്റ്റ് തന്നെ വളരെ വീക്കായിരുന്നു. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഡിസപ്പോയിന്റഡ്. കൊള്ളൂല. എന്തെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജിയും പുനർജന്മവും ഇതുമൊക്കെയാണ്. പക്ഷേ പടം നമുക്കൊരു ഫുൾ മൂവിയായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റും കിട്ടുന്നില്ല. മോഹൻലാൽ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പരിചയമുള്ള വേറെ ഒരു ആക്ടേഴ്സും ഇല്ല. കിഷോർ, രാഗിണിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇമ്പാക്റ്റ് സിനിമ തരുന്നില്ല. സാം സിയസ് ആണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. 2 പാട്ടൊക്കെ കൊള്ളാം. പക്ഷേ മോഹൻലാലിൻ്റെ മോനായിട്ട് അഭിനയിച്ച കഥാപാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള കാസ്റ്റിംഗ് എല്ലാം ഷോക്കായിപ്പോയി. പിന്നെ ഇവർ ഒരു പഴയ കാലഘട്ടം കാണിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊള്ളാം. പക്ഷേ VFX ഒക്കെ വളരെ മോശമായിട്ടാണ് തോന്നിയത്. ഇപ്പോഴത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഈ പടം കുറേ കൂടി കളിയാക്കലുകളും ട്രോൾസിനും ഒക്കെ അങ്ങനെയായിരിക്കും പലരും ഈ പടത്തിന് ഉപയോഗിക്കുക. അല്ലാതെ ഈ പടത്തിൽ ആക്ഷൻ നന്ദകിഷോറിൻ്റെ വേറെ പടങ്ങൾ കണ്ടിട്ടുള്ള അറിയാം, പുള്ളിക്ക് ആക്ഷൻ എടുക്കാൻ അറിയാം. പക്ഷേ ഈ പടത്തിലും ആക്ഷൻ ഓക്കെ, നമുക്ക് ഈ പടത്തിൽ കുറച്ചെങ്കിലും മെനക്കി വന്നിട്ടിരിക്കുന്ന ആക്ഷനാണ്. പക്ഷേ അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു കിടിലൻ ഇമോഷൻ ഈ പടത്തിൽ വർക്കൗട്ട് ആയിരുന്നു. അത് പ്യുവർലി ഫ്ലാറ്റാണ്. പടം മൊത്തത്തിൽ നമുക്കൊരു ഗൂസ് ബമ്പ് ഒന്നും തരില്ല. വെറുതെ കണ്ടിരിക്കുക. ഒന്നാമത് ഈ പടത്തിന് ഇല്ല, കണ്ണപ്പ റേഞ്ചൊന്നും അല്ല. പക്ഷെ എന്ത് പറയാല്ല, നമുക്കൊന്നും പറയാനുമില്ല, പൊക്കി പറയാനോ ഒന്നും ഇല്ലാത്തൊരു പടം. ബ്രോ, സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കഥയായിരുന്നു. വളരെ മോശം അവതരണമായിരുന്നു. അവതരണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഒരു സിനിമ എവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് തോന്നി അത്യാവശ്യം നല്ല കഥയായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മോശമാണ് ബ്രോ.
പിന്നെ പുള്ളിയുടെ മകനായിട്ട് അഭിനയിപ്പിച്ച പുള്ളി അതിനെക്കാട്ടി വലിയ കോമഡിയാണ്. എങ്ങനെയുണ്ട് മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി പറയുന്ന പോലെ ട്രസ്റ്റ് ഇൻ ഡയറക്ടേഴ്സ്, അതേപോലെ ഈ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ പുള്ളി ഇമ്പ്രസ് ആയി കാണും, പക്ഷേ ഈ ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ല, VFX ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും AI ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആ ട്രെയിലറിൽ കാണുന്ന പോലെ AI ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഡയറക്ടേഴ്സിനെ കൊണ്ട് തല വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളിയുടെ വലിയ കുഴപ്പമില്ല, പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു തെലുങ്ക് മൂവി അത്ര തന്നെയാണ്, വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു 2 കാലഘട്ടം കാണിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിൽ ഈ പണ്ടത്തെ ഈ ബാഹുബലി സെറ്റപ്പിൽ രാജാവ് പോലെയുള്ള വേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ലാലേട്ടന് അതിലുള്ള ഫൈറ്റൊക്കെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല, നമുക്കൊരു നല്ലൊരു ഇമ്പ്രഷൻ തരുന്നില്ല. കണ്ടിരിക്കാൻ പറ്റുമോ തിയേറ്ററിൽ? കണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ വേണോ ചിന്തിക്കാം. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്. അത്രയേ ഉള്ളൂ. വേറെ ഒരു 10-6 കൊടുക്കാൻ.